പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമായി തന്നെ പ്രകൃതിയിലെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് വിവിധ ഭൂരൂപങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മരുഭൂമിയും കടൽ പ്രദേശങ്ങളും മഞ്ഞ് നിറഞ്ഞ മേഖലകളും വെള്ളച്ചാട്ടങ്ങളും വയലുകളുമെല്ലാം വളരെ കൃത്യമായിട്ട് അവയുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാനം മുട്ടുന്ന പർവ്വതങ്ങൾ, വിശാലമായ സമതല ഭൂമികൾ, ഉയരങ്ങളിൽ നിന്ന് പാഞ്ഞു വരുന്ന വെള്ളച്ചാട്ടങ്ങൾ, ചുട്ടുപൊള്ളുന്ന മണലാരണ്യങ്ങൾ, വിശാലമായ പീഠഭൂമികൾ, വലുതും ചെറുതുമായ ധാരാളം താഴ്വരകൾ. ഇങ്ങനെ വളരെ വൈവിധ്യമാർന്നതാണ് ഭൗമോപരിതലം എന്ന് പറയുന്നത്. ഭൗമോപരിതലത്തിൽ കാണുന്ന പർവ്വതങ്ങൾ, താഴ്വരകൾ, സമതലങ്ങൾ, പീഠഭൂമികൾ, വെള്ളച്ചാട്ടങ്ങൾ ഇവയൊക്കെ വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങളാണ്. മാത്രമല്ല, ഇവയിലെ ഓരോ ഭൂരൂപവും സൃഷ്ടിക്കപ്പെടാൻ അല്ലെങ്കിൽ ഈ രൂപത്തിൽ നിർമ്മിക്കപ്പെടാൻ ധാരാളം വർഷങ്ങൾ എടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ ഒരു പാഠഭാഗത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്നും ഇവ ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ശക്തികളെക്കുറിച്ചും ഭൂരൂപ സവിശേഷതകൾ എന്നിവയാണ് വളരെ വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് എങ്ങനെയാണ് ഈ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നതാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആന്തരിക ശക്തികൾക്കും ബാഹ്യശക്തികൾക്കും കഴിയുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അഥവാ എൻഡോജീനിക് ഫോഴ്സസിനും എക്സ്റ്റേണൽ ഫോഴ്സസിനും നമ്മുടെ ഈ ഭൂമിയിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് വളരെ വിശാലമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകളെയാണ് ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് പറയുന്നത്. ജിയോമോർഫിക് പ്രോസസ് അഥവാ ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ആദ്യമായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമാകുന്ന എല്ലാ പ്രക്രിയകളെയും നമുക്ക് ഭൂരൂപീകരണ പ്രക്രിയകൾ എന്ന് വിളിക്കാൻ കഴിയും. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായിട്ടുള്ള പ്രവർത്തന ഫലമായിട്ട് പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഹ്യശക്തികളെ ഭൂരൂപീകരണ സഹായികൾ, ജിയോമോർഫിക് ഏജൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഏതെല്ലാമാണ് ഭൂരൂപീകരണ സഹായികൾ, ജിയോമോർഫിക് ഏജൻറ്റുകൾ എന്ന് നമുക്ക് പരിചയപ്പെടാം. ഒഴുകുന്ന വെള്ളം കാരണത്താൽ, നദികളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അത് കാരണത്താൽ പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള ഭൂരൂപങ്ങൾ നിരന്തരമായി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. കാറ്റ്, ഹിമാനികൾ, തിരമാല ഇവയൊക്കെയാണ് ഭൂരൂപീകരണ സഹായികൾ. എന്താണ് ഹിമാനികൾ എന്ന് നമുക്ക് പരിശോധിക്കാം. മഞ്ഞുമൂടിയ ഉയർന്ന പ്രദേശങ്ങളിലുള്ള വളരെ ഭീമാകാരമായിട്ടുള്ള മഞ്ഞുപാളികൾ താഴ്വാരങ്ങളിലേക്ക് സാധാരണ നീങ്ങി വരാറുണ്ട്. ഇവയെയാണ് എന്ത് വിളിക്കുന്നത്? ഈ ഒരു മഞ്ഞുപാളികളെയാണ് നാം ഹിമാനികൾ എന്ന് വിളിക്കുന്നത്. രൂപീകരണ ശാസ്ത്രം അഥവാ ജിയോമോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഥവാ ഭൂരൂപങ്ങളുടെ രൂപീകരണം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയെയാണ് ഭൂരൂപീകരണ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ മഴ കാരണത്താൽ പല ഇളകിയ വസ്തുക്കളും പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, ഇങ്ങനെ നീങ്ങി വരുന്ന ഈ മണ്ണ് അതുപോലെ തന്നെ കൽക്കഷ്ണങ്ങൾ, അതുപോലെ ദുർബലമായിട്ടുള്ള വസ്തുക്കളൊക്കെ താഴ്പ്രദേശങ്ങളിൽ വന്ന്
നിക്ഷേപിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ കഴിയും. ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും പ്രധാനമായി 8ാം ക്ലാസ്സിൽ പഠിച്ച ചില ഭാഗങ്ങളാണ് ഇവിടെ ആദ്യമായിട്ട് വിശദീകരിക്കുന്നത്. ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയത്തിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് അപരദനം എന്ന് പറയുന്നത്. 8ാം ക്ലാസ്സിൽ ഭൗതികമായ അപക്ഷയവും രാസികമായ അപക്ഷയവും ജൈവികമായ അപക്ഷയവും നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചതാണ്. എന്നാൽ ഈ അപക്ഷയം മൂലം ഇളകിയ അല്ലെങ്കിൽ പൊടിഞ്ഞ ഈ ഒരു ശിലാവസ്തുക്കളെ വെള്ളവും, ഒഴുകുന്ന വെള്ളവും, കാറ്റും, തിരമാലയും, ഹിമാനികളൊക്കെ ഇങ്ങനെയുള്ള ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്ന ബാഹ്യശക്തികൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കുന്ന പ്രക്രിയയാണ് അപരദനം അഥവാ ഇറോഷൻ എന്ന് പറയുന്നത്. ഈ വസ്തുക്കൾ വളരെ താഴ്ന്ന പ്രദേശങ്ങളിൽ വന്ന് നിക്ഷേപിക്കപ്പെടുന്നു. ഇതിനെ ഡിപ്പോസിഷൻ അഥവാ നിക്ഷേപണം എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഒരേ സമയം ബാഹ്യശക്തികൾ അപരദനത്തിനും നിക്ഷേപണത്തിനും കാരണമാകുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഒന്ന് അപക്ഷയം. അപക്ഷയം എന്ന് പറയുന്നത് വിവിധ കാരണങ്ങളാൽ പർവ്വതം പൊട്ടി പൊളിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മാറുന്ന പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്. അപരദനം എന്ന് പറയുന്നത് ചില ബാഹ്യശക്തികൾ കാരണത്താൽ ഇത്തരത്തിൽ അപക്ഷയത്തിലൂടെ പൊടിഞ്ഞ ശിലകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കപ്പെടുന്നതിനെയാണ് അപരദനം എന്ന് പറയുന്നത്. അപരദനത്തിലൂടെ നീക്കപ്പെട്ട ഈ വസ്തുക്കൾ, പൊടിഞ്ഞ ശിലകൾ ഒരു സ്ഥലത്ത് വന്ന് അല്ലെങ്കിൽ താഴ്ഭാഗത്ത് വന്ന് നിക്ഷേപിക്കപ്പെടുന്നതിനെയാണ് നിക്ഷേപണം എന്ന് പറയുന്നത്. അപ്പോൾ ബാഹ്യശക്തികളുടെ അപരദനം, നിക്ഷേപണം എന്നീ പ്രക്രിയകളുടെ ഫലമായി വ്യത്യസ്തമായിട്ടുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരത്തിൽ രൂപം കൊണ്ട ചില ഭൂരൂപങ്ങളെയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പരിചയപ്പെടാനുള്ളത്.